രാമായണ മാസം അയോധ്യയിലെ അശോകവനം പദ്ധതിയിലേക്കായി 300 വൃക്ഷ തൈകളുമായി തൃശൂരിൽ നിന്നും തീർത്ഥയാത്ര പുറപ്പെട്ടു. വിദ്യാഭ്യാസ വികാസ കേന്ദ്രവും അദമ്യ ഫൗണ്ടേഷൻ ബാംഗ്ലൂരും ചേർന്ന് UP സർക്കാരിന്റെ സഹായത്തോടെയാണ് സരയൂ നദിയുടെ തീരത്ത് അശോകവനം നട്ടുപിടിപ്പിക്കുന്നത്. പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകരും വനമിത്ര അവാർഡ് ജേതാക്കളുമായ ചാലക്കുടി സ്വദേശി സുരേഷും ബിനുവൈദ്യനുമാണ് തൃശൂരിൽ നിന്നും യാത്ര തിരിച്ചത്. യാത്രയുടെ ഉദ്ഘാടനം തൃശൂർ ബ്രഹ്മസമഠം ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ കേന്ദ്ര സംസ്കൃത സർവകലാശാല ഗുരുവായൂർ ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ KK ഷൈൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ വികാസ കേന്ദ്രം സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ ഇന്ദുചൂടൻ അധ്യക്ഷനായ ചടങ്ങിൽ ധർമ്മജാഗരൻ പ്രവർത്തകനായ VK വിശ്വനാഥൻ അശോക തൈകൾ നൽകി. ആയുർവേദ മരുന്ന് നിർമ്മാതാക്കളുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ രാമനാഥൻ തുടങ്ങി നിരവധി പരിസ്ഥിതി പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ലോകത്തിൽ വംശനാശ ഭീഷണി നേരിടുന്ന റെഡ് ഡാറ്റ ലിസ്റ്റിൽ ഉൾപ്പെട്ട അങ്കനപ്രിയ എന്നറിയപ്പെടുന്ന ഔഷധ സസ്യമാണ് അയോധ്യയിലേക്ക് കൊണ്ടുപോയത്. ഇന്ന് കർക്കിടക വന്ന രാമായണ മാസം തുടങ്ങുമ്പോൾ അയോധ്യയിൽ ഒരു അശോകവനം ഉണ്ടാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് വിദ്യാഭ്യാസ വികാസ കേന്ദ്രത്തിൻ്റെ പ്രവർത്തകർ. ബാംഗ്ലൂരുള്ള ഒരു സന്നദ്ധ സംഘടനകളുമായിട്ട് ചേർന്നിട്ട് അശോകം നട്ടുപിടിപ്പിക്കുകയാണ്. IUCN അത് UNനുള്ള ഐക്യരാഷ്ട്രസഭയുടെ IUCN റെഡ് ഡാറ്റ ബുക്കിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഭാരതത്തിൽ നിന്നുള്ള 14 മരങ്ങളുണ്ട്. അതിൽ 7ാമത്തെ സ്ഥാനം ഇതിനാണ്. കാരണം അത്രയധികം അപകട ഭീഷണി നേരിടുകയാണെന്ന്. ഒരു വർഷം ശരാശരി 2000 മെട്രിക് ടണ്ണിലധികം ഈ അശോക മരത്തിൻ്റെ തൊലി തന്നെ ആവശ്യമുണ്ട്. അങ്കനപ്രിയ എന്നൊരു പേരും ഇതിനുണ്ട്. ആയുർവേദത്തിന് വളരെ വിശേഷപ്പെട്ട ഔഷധമാണിത്. പ്ലാസ്റ്റിക് ഒഴിവാക്കി ചകിരിനാരും റബ്ബർ ലാറ്റക്സും ഉപയോഗിച്ചുള്ള കൂടുകളാണ് തൈകൾ കൊണ്ടുപോകുവാനായി ഉപയോഗിച്ചത്. പരിസ്ഥിതി സംരക്ഷണത്തിനും ആയുർവേദ രംഗത്തും ഏറെ പ്രചോദനമേകുന്നതാണ് അശോകവനം പദ്ധതി. ജനം, തൃശൂർ.